ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഫ്രൈറ്റ് ചാർജ് എങ്ങനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രധാന കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് syamala.narayanan@yahoo.in ആണ്. അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ്. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, RCM എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു രജിസ്റ്റേർഡ് പാർട്ടി ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ അടുത്താണ് ഗുഡ്സ് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അപ്ലിക്കബിൾ ആവുക? RCM ആണ് അവിടെ അപ്ലിക്കബിൾ ആവുക. അതായത് അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ഉണ്ടാവുക. അതായത് സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടി സാധാരണഗതിയിൽ എങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് സപ്ലയർ ആണ് സാധാരണഗതിയിൽ ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുക. അതായത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അയാൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അയാൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ബാധ്യത ആരൊക്കെയാണുള്ളത്? റെസിപ്പിയന്റിനാണുള്ളത്. അതായത് ഗുഡ്സ് സ്വീകരിക്കുന്ന വ്യക്തിക്കാണ് ആ ഒരു ബാധ്യത ഉള്ളത്. അപ്പോൾ ആ ഗുഡ്സ് സ്വീകരിക്കുന്ന വ്യക്തി എന്താണ്? ഗവൺമെന്റിലേക്ക് എന്താണ്? ടാക്സ് അടയ്ക്കണം. അതായത് സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ആർക്കാണുള്ളത്? റെസിപ്പിയന്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടാലി പ്രൈം 3യിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലെഡ്ജറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഓർഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു, ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫസ്റ്റിൽ ഞാൻ പാർട്ടിയുടെ ലെഡ്ജറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ABC എന്നുള്ള അടിച്ചു. അണ്ടർ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈബിൾ എന്നുള്ള ഓപ്ഷൻ X കൊടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ പേര്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ വളരെ പ്രധാനമാണ് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളതിലേക്ക് അൺരജിസ്റ്റേർഡിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഈ പാർട്ടിക്ക് എന്താണ്? രജിസ്ട്രേഷൻ ഇല്ല. ഈ പാർട്ടി ഒരു അൺരജിസ്റ്റേർഡ് ഡീലറാണ്. നമ്മളത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ലെഡ്ജർ എന്ന് പറയുന്നത് ഫ്രൈറ്റ് ആണ്. അപ്പോൾ ഫ്രൈറ്റ് ചാർജിൻ്റെ മുകളിലാണ് നമ്മളിന്ന് RCM കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈറ്റ് എടുത്തു. അതിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ HSN കോഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ GST റേറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ എന്നുള്ളതിലേക്ക് കൊടുത്തു. ടാക്സബിലിറ്റി ടൈപ്പിലെ ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. GSTയുടെ റേറ്റ് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ്. ഈ ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സർവീസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ CGSTയുടെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്തത്. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു, CGST കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് SGSTയുടെ ലെഡ്ജറാണ് കൊടുത്തത്. SGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു, SGST കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി ഞാൻ ഉണ്ടാക്കിയുള്ള ലെഡ്ജർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ SGST RCM അതേപോലെ തന്നെ CGST RCM ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CGST RCM എടുത്തു, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു. ഇവിടെ CGSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ SGST RCM കൊടുത്തു, അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു, SGSTയിലേക്ക് കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. ഇപ്പോൾ ഇത്രയും ലെഡ്ജറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ എൻട്രി ചെയ്യേണ്ടത് പർച്ചേസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു.
ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് കൊടുക്കാം. ABC എന്നുള്ളത് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ അൺരജിസ്റ്റേർഡ് ഡീലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് ചെയ്യേണ്ടത്. അതായത് ഈ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് എനിക്ക് കിട്ടും. ഈ ഒരു മോഡിലാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രൈറ്റ് ചാർജ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഒരു 10,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമ്മളിത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യണം. ഇവിടെ നമ്മൾ ടാക്സ് കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ ടാക്സ് കാണിച്ചാലും എമൗണ്ട് വരില്ല. ഇപ്പോൾ ഇവിടെ GST കാണിച്ചു എന്ന് വിചാരിക്കുക, ഇവിടെ ടാക്സിൻ്റെ എമൗണ്ട് വരില്ല. കാരണം എന്താണ്, നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് അവിടെ അപ്ലിക്കബിൾ ആക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ടാക്സ് ബില്ലിൽ കാണിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു എൻട്രി എങ്ങനെയാണ് GST അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾക്ക് മുകളിൽ ഗോ ടൂലേക്ക് പോയി GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ GSTR 3B സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. ഇവിടെ നമുക്ക് 1/8 കൊടുത്തു. ഇവിടെ നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. 1/8 കൊടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാകും, ഇവിടെ നമുക്ക് ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. CGSTയും SGSTയും 250 അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് 500 റുപ്പീസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സ് അവിടെ കാണിച്ചില്ല എന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ ടാക്സ് അവിടെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും GST 3Bയിൽ അതെന്താണ് അഫക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സിൻ്റെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് നോക്കാം. എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. പക്ഷേ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. കാരണം എന്താണ്, നമുക്ക് ഇതൊരു ബാധ്യതയായിട്ട് വന്നിട്ടില്ല. നമ്മുടെ GST എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മളുടെ ബാധ്യതയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ വരണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം മറ്റേ പാർട്ടി അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് ആ പാർട്ടിക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരാണോ ഗുഡ്സ് സ്വീകരിക്കുന്നത് അവരാണ് ഇത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ ബാധ്യതയായിട്ട് ഇവിടെ വരണം. ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കണം. എന്നാലല്ലേ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് വന്ന് കിടക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ബാധ്യതയാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വീണ്ടും ഗോ ടൂലേക്ക് പോയി ഇവിടെ GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് GSTR 3B സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെന്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ഇൻക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇതിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും പർച്ചേസ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ. ഇതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ അൺരജിസ്റ്റേർഡ് ഡീലറിനാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും യൂസ്ഡ് ഫോർ. നമുക്കിവിടെ ആ ക്ലാസ് ഇവിടെ വന്ന് കിടക്കും. ഇനിയിപ്പോൾ നമ്മളുടെ ബാധ്യതയാക്കിയിട്ട് മാറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കാണിക്കേണ്ടത്, ഇവിടെ നമ്മൾക്ക് CGST കാണിക്കാം. ഇവിടെ ഡെബിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ CGST കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ റേറ്റ് കാണിക്കാം. 5% കാണിച്ചു. ഇവിടെ 10,000 കാണിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ 250 കാണിച്ചു. നെക്സ്റ്റ് വീണ്ടും ഇവിടെ ഡെബിറ്റ് എന്നുള്ളിടത്ത് കാണിക്കാം. ഇവിടെ ഡെബിറ്റ് എന്നുള്ളിടത്ത് എന്താണ് കാണിക്കേണ്ടത്, SGST ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ SGST കാണിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചിട്ട് ഇവിടെ എമൗണ്ട് കാണിക്കാം. 250 എന്നുള്ളത് കാണിച്ചു. ഇനി ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്, ബാധ്യതയായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്, ഇവിടെ SGST RCM എന്നുള്ളത് കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ 250 കാണിച്ചു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് എന്നുള്ളിടത്ത് CGST RCM ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ CGST RCM കാണിക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ CGST ഡെബിറ്റ് ചെയ്തു. എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്തത്, SGST RCMനെയാണ്. ഇതാണ് ബാധ്യതയായിട്ട് വരേണ്ടത്. ഇതാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും CGST RCM SGST RCM ഇവിടെ ക്രെഡിറ്റിൽ വന്ന് കിടക്കുന്നുണ്ട്.
അപ്പോൾ ക്രെഡിറ്റിൽ വന്ന് കിടന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ 250യുടെ എമൗണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ എന്താണ് ഗവൺമെൻറ്റിലേക്ക് എന്താണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഇനി നമുക്ക് GST റിപ്പോർട്ട്സ് ഒന്നും കൂടി എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു, GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെങ്കിൽ ഇവിടെ അതർ റിപ്പോർട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ അതർ റിപ്പോർട്ട്സിൻ്റെ അവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ റിവേഴ്സ് ചാർജ് സപ്ലൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ സർവീസസ് പറഞ്ഞിട്ട് കാണിക്കും. ഈ സർവീസസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ സർവീസസ് സെലക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ കാണിക്കും ബാലൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടു ബി ബുക്ക്ഡ്. ഇതിനി ബുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് കാണിച്ചു, ഇവിടെ 250 എമൗണ്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ഇവിടുന്ന് നില്ലായിട്ട് മാറണം, ഇവിടെ 0 ആയിട്ട് മാറണം. അപ്പോൾ മാത്രമാണ് ഈ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇവിടെ ബാലൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടു ബി ബുക്ക്ഡ് എന്നുള്ളത് നമുക്ക് പോകുള്ളൂ. ഇതിപ്പോൾ ബുക്ക് ചെയ്യണം, ഇനിയിപ്പോൾ എന്താണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഓട്ടോഫിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഓട്ടോഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ GST സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളടത്ത് ഇവിടെ ടാക്സ് റിവേഴ്സ് ചാർജിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടാക്സ് റിവേഴ്സ് ചാർജിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഡേറ്റ് കൊടുക്കാം, 1/8 കൊടുത്തു, 31/8 കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഇനി നമ്മൾ ഡെബിറ്റ് ചെയ്യണത്, മുമ്പ് നമ്മൾ RCMനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇപ്പം നമ്മൾ ആ ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കൊടുക്കാം CGST RCMക്ക് കൊടുക്കാം, 250 കൊടുത്തു, എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ ഡെബിറ്റിൽ കാണിച്ചു. ഇവിടെ നമുക്ക് കൊടുക്കാം SGST RCM കൊടുത്തു, ഇവിടെ 250 കൊടുത്തു, എൻ്റർ അടിച്ചു. 2 എന്നുള്ളടത്ത് ബാങ്കിലേക്ക് കാണിച്ചു. അപ്പോൾ ഇത് സാധാരണ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴിയാണ് ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മുടെ ബാങ്ക് കാണിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാവും ഈ ബാലൻസ് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ RCMൻ്റെ എൻട്രി നമ്മൾ ടാലിയിൽ ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.